ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനും അതേപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഇതേപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് നമ്മൾ പൂക്കൾ നന്നായിട്ട് പിടിച്ചു വരാനും കായ്കൾ ഇതേപോലെ കൊഴിഞ്ഞു പോകാതിരിക്കാനും അതേപോലെ തന്നെ മഞ്ഞളിപ്പ് രോഗങ്ങൾ ഇല്ലാതിരിക്കാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങളാണ്. നമ്മളെല്ലാ 15 ദിവസം കൂടുമ്പോഴും വളം ഇട്ട് കൊടുക്കുക എന്നുള്ളത്, എന്തെങ്കിലും ഓർഗാനിക് വളങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും പൂക്കൾ കായ്കളാകാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒന്നാണ് പൊട്ടാഷിൻ്റെ അളവ് നേരിയ തോതിൽ ചെടികൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. അതിൽ ഒന്നാണ് ഇത് പൊട്ടാഷ് വളമാണ് കേട്ടോ. നമ്മൾ ഓർഗാനിക് പൊട്ടാഷ് വളമാണ്. നമ്മൾ ചെടികളിൽ ഫോളിയാർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മണ്ണിൽ നമ്മൾ മറ്റു വളങ്ങളോടൊപ്പം തന്നെ നമുക്കിത് മണ്ണിലും സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് പോഷിന്ത ഓർഗാനിക്സിൻ്റെ കെ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസറാണ്. നിങ്ങൾ ഒത്തിരി പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ കണ്ടിട്ടും ഉണ്ടാവും. നിങ്ങളിത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇത് 1 ലിറ്റർ വെള്ളത്തിലോട്ട്, ഞാനിപ്പോൾ ഇതേ ഇവിടെ 1 ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 5 ml ആണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. വെയിലുള്ള സമയത്ത് ഇത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മാസത്തിൽ 2 തവണ എന്നുള്ള കണക്കിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഉപയോഗിക്കാം. അതിനുശേഷം 5 ml 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. കൂടുതലായിട്ടും നമ്മൾ ചെടികൾ പൂക്കാറാകുന്ന സമയത്ത് അല്ലെങ്കിൽ പൂത്തിട്ട് കായ്കൾ പിടിക്കാത്ത രീതിയിലൊക്കെ വരുമ്പോഴാണ് നമ്മളിത് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടത്. ചെറിയ രീതിയിൽ നമുക്ക് മണ്ണിലും ചെയ്തു കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ചെടികൾക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. അതേപ്പോൾ ഇത് വഴുതനയിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, കായ്കളൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ഇത് ഇതേപോലെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതേപോലെ ഇലകളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളകിൽ, തക്കാളിയിൽ, എല്ലാത്തരം പച്ചക്കറി കൃഷികളിലും നമുക്കിത് ചെയ്തു കൊടുക്കാം കേട്ടോ. ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പീച്ചിലാണ് കേട്ടോ. ഇത് കണ്ടോ, പീച്ചിൽ ഇത്രയും ചെറുപ്പത്തിലേ തന്നെ നമുക്ക് പീച്ചിങ്ങൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇലകളിലോട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും 2 ആഴ്ച കൂടുമ്പോൾ 1 പ്രാവശ്യം അത്രയും ചെയ്ത് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ചെടികളിൽ നമ്മൾ മണ്ണൊരുക്കുമ്പോൾ തൊട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. സാധാരണ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ പലതരം കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇടാറുണ്ട്. അപ്പോൾ ഒത്തിരി പേര് പറയുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സൗകര്യമില്ല അല്ലെങ്കിൽ സ്ഥലമില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് സെയിം ബ്രാൻഡിൻ്റെ തന്നെ നമുക്കൊരു ബയോ കമ്പോസ്റ്റ്, നമുക്ക് ഇത് ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതും നമുക്ക് ചെടികളുടെ എല്ലാ വളർച്ചാ ഘട്ടങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ മണ്ണ് നമ്മൾ ചെടികൾ നടാനായിട്ട് പോട്ടിംഗ് മിക്സ് റെഡിയാക്കുമ്പോഴും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതേപോലെ ചെറിയ ചെടികൾക്കും നമ്മുടെ വലിയ ചെടികൾക്കും ചെടികളുടെ എല്ലാ വളർച്ചാ ഘട്ടങ്ങളിലും നമുക്ക് ഇതേപോലെ ഓരോ പിടി വെച്ചിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ സൗകര്യമില്ല അല്ലെങ്കിൽ സമയമില്ലാത്തവർക്കൊക്കെ വളരെ ഉപകാരമാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമാണ് ജൈവവളങ്ങൾ അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകളും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇതേപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്